സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണെന്ന്. അതുപോലെ തന്നെ നല്ലൊരു വീക്കെൻഡും നേരുന്നു. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി, അതായത് മാർച്ച് 8 എനർജിയാണ് നോക്കുന്നത്. താങ്ക് യു. 9 ഓഫ് കപ്സിൻ്റെ എനർജി ഒത്തിരി ഹാപ്പി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി വിഷ് ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവ് ഗ്രോത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. എൻ്റെ ലൈഫിൽ എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. 2 ഓഫ് കപ്സിൽ ഇവിടെ പാർട്ട്ണർഷിപ്പും കാണുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിയൻ്റെ എനർജി കാണുന്നുണ്ട്. ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എനർജി. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളെ കാണുന്ന രീതി, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, അതിലെല്ലാം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റ്, മാറ്റങ്ങൾ നിങ്ങൾ വരുത്താനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലായിരിക്കാം, അവിടെ കുറച്ചൊരു ന്യൂ എനർജി, പോസിറ്റിവിറ്റി, അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർ ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഫിനാൻഷ്യൽ ഗെയിൻ ആയിരിക്കാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്രൽ ചക്ര ഹീലിംഗ് ആയിരിക്കാം. എന്തെങ്കിലും സോറോ, എന്തെങ്കിലും വിഷമങ്ങൾ അത് ഹീൽ ചെയ്ത് പുറത്തോട്ട് വരാനായിട്ടുള്ള ഒരു എനർജി. ത്രോട്ട് ചക്ര ഹീലിംഗ്. കുറച്ച് പേർക്ക് സത്യം, നീതി, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. നെക്സ്റ്റ് ഇന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? താങ്ക് യു. പാൽ നമ്പർ 1 കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? താങ്ക് യു. എംപററിൻ്റെ എനർജിയാണ്. താങ്ക് യു. കുറച്ച് പേർക്ക് ഇവിടെ ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലീഡർഷിപ്പ് ആ ഒരു എനർജിയിലായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മുന്നിട്ട് നിന്ന് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. പക്ഷേ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കി ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ സ്ട്രക്ചർ, കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹീലിംഗ് ആണ്. എന്തെങ്കിലുമൊക്കെ ഫൊർഗീവ് ചെയ്യാനായിട്ടുണ്ട്, എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു എംപറർ വന്നിട്ട് നിങ്ങളെ ഓവർ പവർ ചെയ്യുന്ന എനർജി ആയിരിക്കാം, കൺട്രോൾ ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിന്നിട്ടായിരിക്കാം. നിങ്ങളെ ഓവറായിട്ട് ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. കുറേ കൂടെ എന്താ പറയുക, ഒരു ഫ്രീഡം ലഭിക്കാതെ വരിക. അത് നിങ്ങളെ ഈ ഒരു സോറോയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതും കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ, എന്തെങ്കിലും ഡ്രാമ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഇമോഷൻസ് ആണ്. പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുക. അത് നിങ്ങളെ ലൈഫിലൊരു സ്ട്രക്ചർ, ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടിത്തറ സ്ട്രോങ് അല്ല, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എനർജി, മെൻ്റൽ എനർജി ബാലൻസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് നിലനിൽപ്പുണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ ആ ഒരു സ്ട്രക്ചർ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ക്യാരക്ടർ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ലാക്ക്, വറി, വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. അതിന് പകരം സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. മാർച്ച് 8. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡും നേരുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജീസ് എന്താണ്.
പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഒത്തിരി ഹാപ്പി എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പാസ്റ്റിലെ വൂൺസ്, എന്തെങ്കിലും വിഷമങ്ങൾ ഹീൽ ചെയ്തിട്ട് കുറച്ചും കൂടെ ആ ഒരു പ്ലേഫുൾ എനർജി, കുറച്ചും കൂടെ ഒരു ഹാപ്പി എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് അഗെയിൻ മഹാലക്ഷ്മിയുടെ എനർജിയാണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കണ്ടോ, 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് തൻ്റെ എനർജിയിൽ താൻ സേഫാണ്, താൻ സെക്യൂറാണ്, താൻ പ്രൊട്ടക്റ്റഡ് ആണ്, ആ ഒരു ഫീലിങ്ങിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് മണി ഫിനാൻസ് നിങ്ങൾക്കൊരു സെക്യൂരിറ്റി നൽകുന്നതായിരിക്കാം, ഒരു ഉറപ്പ് നൽകുന്നതായിരിക്കാം. അതോടൊപ്പം തന്നെ കിങ് ഓഫ് വോൺസ് സോഡ്സിൽ വന്നിട്ട് ഓവറോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട്, ഒത്തിരി നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ കുറച്ച് പേര് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നുണ്ടാകാം, തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒത്തിരി സ്ട്രോങ് എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാങ്ഡ് മാനിൽ വന്നിട്ട് എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻ, എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റി, ആ ഒരു എനർജിയിൽ നിന്നിട്ട് കുറച്ച് പേർക്ക് ഒരു പോസ് എടുക്കാനായിട്ട്, കുറച്ച് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻ വരുമ്പോൾ നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അവെയർനെസ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഉള്ളിൽ. അതും കുറേ കൂടെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേരുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. നെക്സ്റ്റ്, ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? പായൽ നമ്പർ 2. കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ട എനർജി എന്താണ്? താങ്ക് യു. ഇവിടെ ഹാങ്ഡ് മാൻ വരുന്നുണ്ട്. കുറച്ചൊരു ടൈം, കുറച്ചൊരു സ്പേസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ സെയിം കാര്യമാണ്. എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് എടുക്കാനായിട്ട്, കുറച്ച് ടൈം എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാട് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് നോക്കിക്കാണാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട്, പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിന്തിക്കാതെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു വ്യൂവിൽ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ചില സിറ്റുവേഷനിൽ കുറച്ചൊരു ജനറസ് ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി കടുംപിടുത്തം, നമ്മൾ ഓവറായിട്ട് ആ ഒരു മെൻ്റൽ എനർജിയിലിരിക്കുമ്പോൾ, ഓവറായിട്ട് നമ്മളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് പവർ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫെമിനിൻസ് ആയിട്ട് നമ്മൾ എന്താ പറയുക, മറന്നു പോകുന്നതാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒരു നറിഷ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ജനറസ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ചിന്തിച്ച് ആലോചിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാനായിട്ടും ശ്രമിക്കുക, ഉൾക്കൊള്ളാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട്, അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആകേണ്ട സിറ്റുവേഷൻ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം പ്രോസ്പെറസ് ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനൽ നമുക്കൊരു ബ്ലെസ്സിങ്ങും കൂടെ എടുക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ബ്ലെസ്സിങ് എന്താണ്? ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചൈൽഡ്ഹുഡ് റിലേറ്റ് ചെയ്തിട്ട്, കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ കുറച്ച് പേർക്ക് എൻഡിങ്, ട്രാൻസ്ഫോർമേഷൻ, ഫ്രീഡത്തിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
കുറച്ച് പേർക്ക് ഇതുമായിരിക്കാം എന്തെങ്കിലും ടെൻഷൻസ് റിലീസ് ചെയ്യാനായിട്ട് അവിടെ ഫ്രീഡം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആകാം. അത് നിങ്ങളെ പീസ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡ്രീംസ്, എന്തെങ്കിലുമൊക്കെ വിഷസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ്, എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.